സ്യൂട്ടും ഇട്ട് കൂളിംഗ് ഗ്ലാസും ഒക്കെ വെച്ച് ഗൗരവഭാവത്തിൽ തന്റെ നായയുമായി ഷോകളിലെത്തിയ ബംഗളൂരുകാരനായ യുവാവ് സോഷ്യൽ മീഡിയയിൽ താരമായിരുന്നു. കൂടെയുള്ള നായയുടെ വില 50 കോടിയാണെന്നായിരുന്നു ഡോഗ് ബ്രീഡറായ അയാളെ പെട്ടെന്ന് തന്നെ പ്രശസ്തരാക്കിയത്. 50 കോടിയുടെ നായ സ്വന്തമായ ഉള്ള ഒരാളെ തിരക്കി അങ്ങനെ ഇഡിയും എത്തി. സോഷ്യൽ മീഡിയ ഇയാളോട് ചോദിക്കുന്നത് തന്നെയാണ് ജയലക്ഷ്മി, ഒരു മര്യാദയൊക്കെ വേണ്ടടേ എന്നുള്ളൊരു ചോദ്യമാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഈ സതീഷിനോട് ചോദിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ബ്രീഡേഴ്സ് അസോസിയേഷന്റെ അധ്യക്ഷനാണ് ഈ സതീഷ് എന്നുള്ള വ്യക്തി. ഇതിനു മുൻപും ഇയാൾ ഈ വില കൂടിയ നായകളെയൊക്കെ കൊണ്ടുവന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പല തരത്തിലുള്ള ഷോകൾ നടത്തിയിട്ടുള്ള ഒരാളാണ്. പ്രദർശനങ്ങളിൽ പങ്കെടുത്ത് സമ്മാനം നേടിയിട്ടുള്ള ഒരാളാണ്. ഏതായാലും കഴിഞ്ഞ മാസമാണ് ഇയാൾ ഈ 50 കോടി രൂപ കൊടുത്ത് വിദേശത്ത് നിന്ന് US നിന്ന് ഒരു നായയെ വാങ്ങി. അത് ഈ ചെന്നായയുടെയും കൊക്കേഷ്യൻ ഡോഗിൻ്റെയും സങ്കര ഇനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കൊണ്ടുവന്നത്. 50 കോടി ഒരു നായയ്ക്കോ എന്നൊക്കെ നമ്മൾ എല്ലാവരും അത്ഭുതപ്പെടും. ഇയാളൊരു വാർത്താ സമ്മേളനമൊക്കെ വിളിച്ച് അന്ന് തന്നെ പലരും സംശയമൊക്കെ പ്രകടിപ്പിച്ചു. പക്ഷേ ഇയാളുടെ അവകാശവാദം എന്ന രീതിയിൽ വാർത്തകൾ അന്ന് നൽകിയിരുന്നു. ഏതായാലും തൊട്ടു പിന്നാലെ നമ്മളിതെല്ലാം മുകളിൽ ഒരാൾ കാണുന്നുണ്ടെന്ന് പറയുന്ന പോലെ തൊട്ടു പിന്നാലെ ED ഇയാളുടെ ഈ 50 കോടി തള്ള എന്താണെന്ന് അറിയാൻ വേണ്ടി ED അവിടേക്ക് എത്തി. ഏതായാലും വിദേശ നാണയ ചട്ടത്തിൽ എന്തെങ്കിലും ലംഘനം നടന്നിട്ടുണ്ടോ തുടങ്ങിയ ഒരു കാര്യങ്ങൾ പരിശോധിക്കാനാണ് ED എത്തിയത്. ED ഏതായാലും ഇയാളുടെ JP നഗറിലെ വീട്ടിലെത്തിയപ്പോൾ സീൻ ആകെ മാറി. 50 കോടി റുപ്യയുടെ നായ എന്ന് അവകാശപ്പെട്ടതിന് 1 ലക്ഷം രൂപ പോലും ഇല്ല. അയാൾ ഇത്തരത്തിൽ ഒരു നായ മാത്രമേ ഈ ലോകത്തുള്ളൂ എന്നൊക്കെയാണ് ഈ സതീഷ് അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ 1 ലക്ഷം രൂപ പോലും ഇല്ല ആ നായയ്ക്ക്. പോരാത്തതിന് ഈ നായ ഇയാളുടെ ഇതല്ല എന്നുകൂടിയാണ് ഇയാൾ EDയോട് പറഞ്ഞത്. സുഹൃത്തിൻ്റെ ഒരു നായയാണ് താനിങ്ങനെ ചില ആളുകളുടെ കയ്യിൽ നിന്ന് പ്രദർശനത്തിന് നായയും കൊണ്ട് പോകാറുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇയാൾ EDയോട് ഏറ്റു പറഞ്ഞത്.